അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് ധവളപത്രം. സംസ്ഥാനത്തിന്റെ ആകെ കടം 5.07 ലക്ഷം കോടി രൂപയാണ്. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. സംസ്ഥാനത്തിന്റെ നികുതി വരുമാനവും കേന്ദ്ര സഹായവും കുറഞ്ഞത് സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിച്ചു എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. സംസ്ഥാന വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയവയ്ക്ക് ചെലവാകുകയാണ്. വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിൽ ഒന്നാണ്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA, DR കുടിശ്ശിക ഉൾപ്പെടെ 48,733 കോടിയുടെ കുടിശ്ശിക ബാധ്യതകൾ പുതിയ സർക്കാർ ഏറ്റെടുത്തു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം 78,851 കോടിയായി ഉയർന്നു. KSRTC, വാട്ടർ അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങൾ വലിയ നഷ്ടത്തിലാണ്. പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവയ്ക്കുള്ള പദ്ധതി വിഹിതം കഴിഞ്ഞ വർഷങ്ങളിൽ ഗണ്യമായി കുറഞ്ഞുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. കേരളത്തിന്റെ ധനസ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘകാല പരിഹാരത്തിനായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ധവളപത്രം ശുപാർശ ചെയ്യുന്നത്. സാമ്പത്തിക അച്ചടക്കവും സുതാര്യതയും ഉറപ്പാക്കാതെ സംസ്ഥാനത്തിന്റെ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകില്ലെന്ന മുന്നറിയിപ്പും റിപ്പോർട്ടിലുണ്ട്. മീഡിയ 1, തിരുവനന്തപുരം.